ചക്കക്കുരു കൊണ്ട് ഒരു കിടിലായിട്ട് ഉണ്ടാക്കിയാലോ. അതിനായി ചക്കക്കുരു എല്ലാം തൊലി കളഞ്ഞ് ചുരണ്ടി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. മൺചട്ടി എടുത്ത് അതിലേക്ക് ചക്കക്കുരുകളെല്ലാം ഇട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഉപ്പും ഇട്ട് നല്ലതുപോലെ ഇളക്കി അടുപ്പിൽ വെച്ച് ഒരു വാഴയില വെച്ച് മൂടി അടച്ചു വെക്കാം. ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് വറ്റൽമുളക് ഞുറുക്കിയതിട്ട് അരിഞ്ഞു വെച്ചിരുന്ന സവാളയും പച്ചമുളകും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അടുത്ത അടുപ്പിൽ ചക്കക്കുരു എല്ലാം വെന്ത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ആവി വാറുന്ന ചക്കക്കുരു. ഇപ്പുറത്തെ അടുപ്പിലിരുന്ന സവാള ഐറ്റങ്ങളും എല്ലാം കൂടെ അതിലേക്ക് എടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് 2 പിടി തേങ്ങ കൂടി ഇട്ട് നല്ലതുപോലെ ഒന്നും കൂടി അടച്ചു വെച്ച് വേവിക്കാം. ആവിയിൽ ആവി പാറുന്ന ചക്കക്കുരു തോരനെന്നോ വിഴുക്കെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. പക്ഷേ ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ എങ്ങനെയാ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പോരുമല്ലേ?